കന്നഡ വെക്കും. കന്നഡ വെക്കുമ്പോൾ ഒരു ശൈലി ആയിഷ ബസ് കന്നഡ വെച്ചാലേ ലുക്കുള്ളൂ. അത് രാത്രി കടക്കുമ്പോൾ പോലും വെക്കണം. അതെന്റെ അഭിപ്രായത്തിൽ അതാ. രാത്രി കടക്കുകയാണെങ്കിൽ പോലും കന്നഡ വെച്ച് കടന്നു ചോദിക്കണേ. അത് സമയത്തിന് എന്തെങ്കിലും തിന്നും കുടിക്കുകയൊക്കെ ചെയ്യുന്നു. അതൊന്നും കുടിച്ചിട്ട് വന്നതാണ്. തലയും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഹസ്ബൻഡിന് വയ്യാത്തൊരു പ്രശ്നം ക്യാൻസറാണ്. ആ ഒരു ജീവിതത്തിൽ നമ്മളെ ഫ്യൂച്ചറിൽ ഒരു സമാധാനം കിട്ടിയാലല്ലേ നമുക്ക് സന്തോഷമായി ജീവിച്ചാലും. അതില്ലെങ്കിൽ പിന്നെ എന്താ? അതില്ലാതെ ആകല്ലേ അത് നമ്മൾ ഉണ്ടാക്കലാണ്. അതന്നെ പറയുന്നു. ഇപ്പൊ ഞാനിപ്പോ ഒരു അസുഖം വന്ന ആൾ തന്നെയാണ്. നമ്മള് പിന്നെ അതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നിട്ട് ടെൻഷൻ കൂട്ടാൻ പറ്റൂല. നമ്മളത് കളി ചിരി കൂടെ പോകും. ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇല്ലാത്ത ആരുമില്ല. എല്ലാ വീട്ടിലും ഈ സംഭവങ്ങളും സാഹചര്യം കൊണ്ട് ഉണ്ടാവണതാണ് അവർക്ക്. പക്ഷെ നമ്മളെ ഓരോ വ്യക്തിക്കും ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കന്നഡ പോരില്ലേ? കന്നഡ വെക്കും. കന്നഡയാണ് നിങ്ങളെ അത് വെക്കുമ്പോഴുള്ള അതിന്റെ ഒരു സ്റ്റൈല് കിട്ടുന്നത്. എല്ലാവരും വിചാരിച്ച അതേ പരിപാടി തന്നെയാണ് ഇപ്പൊ ഞാനും ആലോചിച്ചത്. പണിയെടുക്കലൊരു വളമല്ല. അതിപ്പോ എല്ലാരെയും കൊണ്ട് വെച്ചിട്ടുണ്ട് അല്ലെ? പണിയെടുത്തിട്ട് തിന്നാന്ന് അല്ല, നമ്മളിപ്പോ പണിയെടുത്ത് തിന്നണത് നമുക്ക് തടിയോട് വെച്ചെങ്കിലേ നമുക്ക് തടി ഉണ്ടെങ്കിൽ പക്ഷെ ആൾക്കാർക്ക് തോന്നുന്നു ഞാനൊരു ഹോം നേഴ്സിൽ വർക്ക് പോയിന്ന ആളാണ്. ഞാൻ രോഗിയുടെ ഹോം നേഴ്സാണ്. അപ്പോഴേ പിന്നെ എനിക്ക് വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വല്യമ്മയുടെ കൈ കിടന്നിട്ട് ഞാൻ പോവാനും മാറ്റി. അപ്പോൾ പിന്നെ പെട്ടെന്ന് അടിച്ചു കയറിയാണത്. ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല ഫേമസ് അല്ല. വല്യമ്മല്ല, ഞാൻ തന്നെ വിട്ട് കളിക്കിയതല്ല. ഷുഗർ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. മനുഷ്യന്മാരെ എങ്ങനെ എപ്പോഴാണ് അതാ ഞാൻ പറയുന്നത്. ഇതിലും വലുതെന്തോ എനിക്ക് വരാതിരുന്നാണ് അത് ഇതിലോ ഒതുങ്ങിയത് കരുതിക്കളാന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞാൽ കണ്ടോ, ഇതിപ്പോ കണ്ടോ, ഇത് SI സാറിന്റെ ഒക്കെ കൂടെയാണ് ഇപ്പൊ നിങ്ങൾ ഇരുന്ന് സംസാരിക്കും. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്താ ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സത്യമാണല്ലോ അല്ലേ? സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ നമ്മളൊക്കെ രാവിലെ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് എല്ലാരും പൈസ കിട്ടാൻ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായത്? മിസ്റ്റേക്ക് വന്നോ? എന്താ ഒരു ബ്ലോക്ക് ആക്കി അത് എനിക്കറിയില്ല. അത് ബ്ലോക്കായി കണക്കുണ്ട്. അതെ, ചിലത് അറിയില്ല. ഇനിയും പലരും കാണാൻ ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുന്നു. പക്ഷെ ഈ റിമൂവ് ചെയ്യുന്ന ഓലനെ കണ്ടിട്ട് നമ്മളെ കയറ്റിട്ടുണ്ടാകാം. അതല്ല, എങ്ങനെ ഇത് വന്നേക്കണെന്ന് അറിയാമോ? നമ്മളിപ്പോ എന്താ ചെയ്യുക? നമ്മളിപ്പോ അത് ഐഡിയ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ മിസ്റ്റേക്ക് സംഭവിക്കാറ് അവർ ബ്ലോക്കാക്കി. എന്താ വെച്ചാൽ ബ്ലോക്കിലാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ പിൻ നമ്പർ അയച്ചു പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. മെയിൽ വന്നപ്പോൾ പിൻ നമ്പർ കൊടുക്കെത്തിച്ചില്ല. ഞാൻ പോട്ടെ, ഇതൊക്കെ കിട്ടിയ അതേപോലെ കായ് കിട്ടുകയാണെങ്കിൽ എത്ര വില കിട്ടും ഒരു മാസം? അതെനിക്കറിയാം, കിട്ടുമ്പോഴത് അറിയാൻ പറ്റും. ഏകദേശം രൂപത്തിന് ഏകദേശം അതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല. എല്ലാവരും പറയും ആദ്യമായിട്ട് ഓർഡർ എത്ര കേൾക്കുമെന്ന് അത് കിട്ടും, അല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല. ബേബി ചെമ്മണ്ണൂരിനൊക്കെ ഒന്ന് കണ്ട ഉഷാറാണ്. കോച്ചിച്ചാറിനെ അവോ ഇക്കതിന് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ചായപ്പൊടി കുടിച്ച് എനിക്ക് ഭയങ്കര ഇത്തിരി ഇട്ടാലും ഭയങ്കര കടുപ്പക്കാരൻ. ഗ്ലാസ് വെക്കുമ്പോഴുള്ള അന്നേ ഇത് വിചാരിച്ചതല്ല. ഇന്നിപ്പോ നമ്മൾ കണ്ടത് തന്നെ ഒരു ഭാഗ്യാണ്. അന്നീ ചിലപ്പോ നാളെ പല ഓഡിറ്റോറിയത്തിൽ ഇന്ന സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് ലിച്ചാന്റെ മാറ്റത്തിലോ? അതായത് ഓഡിറ്റോറിയം എന്നൊക്കെ പറഞ്ഞൊക്കെ ഭാവിയിൽ നിങ്ങളൊക്കെ സെൽഫി എടുക്കാനൊക്കെ കിട്ടാത്ത ഇത് കൂടി വരികയാണ് നിങ്ങൾക്ക് ഫാൻസ്. എത്ര ഫോളോ ഉണ്ട്? ഇപ്പൊ എത്ര ആൾക്കാരുണ്ട്? ലൈക്ക് എനിക്കിപ്പോ 68 ഫോളോവേഴ്സ് ഒക്കെ ആയിരിക്കണം. 68. അതായത് 68 കാരണം 68,000 കഴിഞ്ഞു. രീതിയിലാണ് അപ്ലോഡ് ആവുന്നില്ല. 2 GB
എത്ര കുട്ടികൾ കയറ്റിക്കിടാൻ 2 ഫോണുണ്ടല്ലോ അപ്പൊ പിന്നെ അതില് അപ്പൊ അത് പോരാ, ഫോണൊന്നും കൂടി സെറ്റപ്പ് ആക്കി എടുക്കണം, എന്നാലും ഒന്നുകൂടി അതിനൊന്ന് പൈസ കിട്ടണം. അല്ല, പൈസ അതൊക്കെ ഇനി കിട്ടും. കൂടിക്കൊണ്ടിരിക്കല്ലേ ഇപ്പൊ. പ്രമോഷൻ കിട്ടിയാൽ നമ്മൾ ചെയ്യും. അത് പിന്നെ ഇന്റർവ്യൂ എടുത്തോല് പോയി അതിനെന്തെങ്കിലും തന്നു. അതിലിപ്പോ കുറച്ച് ഓരോരുത്തരൊക്കെ തരുള്ളൂ. അല്ല നിങ്ങളുടെ ഇപ്പൊ യൂട്യൂബിന്റെ കുറച്ച് ആൾക്ക് കിട്ടിയെന്നുണ്ടെ കാണിച്ച് പരലോകത്ത് തന്നെ ജീവിച്ചു പോകേണ്ടതെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ എന്തുകൊണ്ടില്ല. അതൊക്കെ നമ്മള് 10,000 ചോദിച്ചാല് അത് ഇത്രേ കിട്ടുള്ളൂ, പകുതി കിട്ടുള്ളൂ. അല്ല നിങ്ങൾ ആ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ ഇപ്പൊ, ഒരു യൂട്യൂബിന്റെ എന്തോ ബ്ലോക്കാണ്, പൈസ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞേ, അത് നമ്മൾ വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് ഈ സാറ് അന്വേഷിച്ചിട്ട് ചെയ്തു. ഇനി വരും കാര്യം വിചാരിക്കുന്നു. ഓക്കെ, അത് നമുക്ക് നോക്കാം. പിൻ നമ്പർ വരും. അതല്ല ഇപ്പൊ എന്താന്ന് വെച്ചാല് ഞാൻ ഇന്റെ ഇത് വെച്ചിട്ട് ഐഡിയ വെച്ചിട്ട് വേറെ ആൾക്കാര് തുടങ്ങുന്നുണ്ടോ ചെറിയ സംശയം. അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പെറ്റീഷൻ കൊടുത്ത് കേസ് കൊടുക്കാം. ഇന്റെ ഐഡിയ പിന്നെ കൊറേ ഐഡിയ അത് വേറെ കിട്ടൂല. പഠിച്ചു ഞാൻ 10 വരെ. അപ്പൊ ഞാനും അതന്നെ പഠിച്ചിട്ടുള്ളൂ. അതാണ് ആൾക്കാർ നമ്മളെ പറ്റിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു മാർഗമില്ല. അതിന് നമ്മൾക്ക് ഇതുമ്പോ ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ആരെങ്കിലും നമ്മൾക്ക് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഫോണുമ്പോ തന്നെ ചെയ്യാൻ പറ്റുമോ? അതല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഫോണും എല്ലാം ചെയ്യാം. പക്ഷെ ഇംഗ്ലീഷ് കുറെ ഒക്കെ അറിയണത് അതല്ല. ഞാനത് വെച്ചിട്ടാ 9 വരെ പഠിച്ചു, പിന്നെ തുല്യതൊക്കെ പോയതാണ്. പിന്നെ ഇപ്പൊ നമ്മള് ഇതിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പാ ഓരോ ചാനലിൽ ഇങ്ങനെ അത്യാവശ്യത്തിന് പറയണം. അങ്ങനെ കുറച്ചൊക്കെ കിട്ടി അല്ലേ, കുറച്ചൊക്കെ അറിവ് ഇങ്ങനെ വന്നിപ്പോ. അത് പറഞ്ഞാല് അമ്മ ഇത് ഇപ്പിയൊക്കെ ഇപ്പ ചെറുപ്പത്തിൽ മരിച്ചിരിക്കണം കേട്ടോ. അപ്പൊ പിന്നെ അതിന്റെ ഒക്കെ ഒരു പിന്നെ അമ്മമാരെ ചെലവിലൊക്കെ അല്ലായിരുന്നു. അപ്പൊ പിന്നെ അമ്മമാര് കല്യാണം കഴിച്ചപ്പോ ഓർക്കൊരു ഭാരപ്പം നമ്മളെ നോക്കാനുള്ളത്. പിന്നെ അന്ന് എന്തായാലും എനിക്ക് ആകെ കുട്ടികളാണായിട്ടും പെണ്ണായിട്ടും ഞാനൊരു ഒരാളായിരുന്നു. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് കടന്നു പോയത്. അപ്പോൾ പിന്നെ പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുക അങ്ങനെയൊക്കെ സിറ്റുവേഷനിലൊക്കെ ആകുമ്പോൾ വീട്ടിലെടുത്ത് പേടിയാണ് സ്കൂളിൽ പറഞ്ഞേക്കാൻ. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലായിരുന്നു. നമ്മളെക്കൊണ്ട് കഴിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ ഞാനോട് ഇപ്പൊ ചെലവിനും കാര്യങ്ങളൊക്കെ പ്രമോഷൻ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കിട്ടുന്നത് ചെലവ് നടത്തുന്നത്. അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും ആയിട്ടില്ലല്ലോ. വൈറലാവും ചെയ്തു. വൈറലായിട്ട് എല്ലാരും വിചാരം വൈറലായി എല്ലാരും ഞാൻ പറയുന്നത് അത് വാക്കിൽ 10 നെല്ലില് പയവൊക്കെ വരും. അതൊക്കെ നമ്മള് മിസ്റ്റേക്ക് വരും. അതിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും പലതും ഇതിലും വലുതെന്തോ വരാൻ വെച്ചിരുന്നതാണ്. അവർക്ക് ദിൽമക്കട് തീർന്നു എന്ന് കരുതിയാൽ മതി. ഇന്നെ കോശിക്കുന്നവർക്ക് ഇപ്പൊ ഞാൻ അഭിമാനമായിട്ട് മാറി. ഭയങ്കര അല്ല ഇന്ന പുറം കാലോണ്ട് തല്ലോടിച്ചു തട്ടി തരണവർക്ക് ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ നമ്മളെ ഒരു സമീപ്യമാണ് എല്ലാ യൂട്യൂബർമാർക്കും. ഇനിയിപ്പോ അത് മാത്രല്ലാന്ന് ഞാൻ പിന്നാലെ കുറച്ച് ആൾക്കാർ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളും